നമ്മളെല്ലാവരും ആരോഗ്യം കൂട്ടാനായിട്ട് ദിവസവും നടക്കാൻ പോകാറുണ്ട്. പക്ഷേ ആ നടത്തത്തിൽ നമ്മൾ പോലും അറിയാതെ വരുത്തുന്ന ചില ചെറിയ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ക്ഷീണിപ്പിക്കാം, ഹൃദയത്തിന്റെ പ്രായം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നടക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് കരുതി യാതൊരു ശാസ്ത്രീയ ധാരണയും ഇല്ലാതെ നടക്കുന്നവരാണ് നമ്മൾ പലരും. നമ്മുടെ ശരീരത്തിലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു നാഡീവ്യൂഹത്തെ തകിടം മറിക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ തെറ്റായ ഹാർട്ട് റേറ്റ് അളവിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ മാംസപേശികളിൽ എത്രത്തോളം സ്ട്രെസ് ആണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. നടത്തം എന്നത് ഹൃദയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എക്സർസൈസ് ആണ് എന്നതിൽ ആർക്കും ഒരു സംശയമില്ല. എന്നാൽ വ്യായാമം നമ്മുടെ ശരീരം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കടക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള ശ്വാസവും ശരിയായ ഹൃദയമിടിപ്പും ശരിയായ ശരീര പോസ്ചറും ഒത്തുചേരുമ്പോൾ മാത്രമേ നടത്തം ഹൃദയത്തിന് ഗുണം ചെയ്യുള്ളൂ. പലരും വിചാരിക്കുന്ന കൂടുതൽ സ്പീഡിൽ കിലോമീറ്ററുകളോളം നടക്കുമ്പോഴാണ് ഹാർട്ടിന് ഏറ്റവും ഗുണം കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ സത്യതല്ല. അമിതമായ സ്പീഡിൽ ശ്വാസം കിട്ടാതെ നടക്കുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ കുതിച്ചുയരണം. ഇത് നല്ലതല്ല. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ വേഗത കൂടുമ്പോൾ പലരും വായ തുറന്ന് ശ്വാസം എടുക്കുന്നത് കാണാറുണ്ട്. സത്യത്തിൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ മൂക്കിലെ വായു അറകളിൽ വെച്ചിട്ട് നൈട്രിക് ഓക്സൈഡ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ വാതകം രക്തധമനികൾ വികസിപ്പിച്ചിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വായ വഴിയാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ ഈ നല്ല നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ രക്തധമനികൾ ചുങ്ങി പോവാണ്. ഇത് നല്ലതല്ല. രണ്ടാമത്തെ കാര്യം, പലരും നടക്കുന്ന സമയത്ത് ഹൃദയമിടിപ്പ് ഏത് സോണിലാണ് എന്ന് ശ്രദ്ധിക്കാറ് പോലുമില്ല. ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേക സോൺ ഉണ്ട്. അതാണ് സോൺ 2 കാർഡിയോ. നിങ്ങളുടെ പരമാവധി ഹൃദയമിടിപ്പിന്റെ ഒരു 60-70% ഈ സോൺ 2. ഈ ഒരു പ്രത്യേക സോണിൽ നടക്കുമ്പോഴാണ് ശരീരം ഊർജ്ജത്തിനായിട്ട് കൊഴുപ്പിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. നേരെ മറിച്ച് നിങ്ങൾ അമിതമായ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഹൃദയമിടിപ്പ് വളരെയധികം കൂടുമ്പോൾ ശരീരം മറ്റൊരു സോണിലേക്ക് കടക്കുന്നു. അവിടെ ഗ്ലൂക്കോസ് ആണ് ഊർജ്ജത്തിനായിട്ട് ശരീരം ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ മസിലുകളിൽ മാരകമായി ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുകയാണ്. ഇത് മസിലുകൾ വേഗത്തിൽ ക്ഷീണിക്കാൻ കാരണമാണ്. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിന്റെ പ്രായം പെട്ടെന്ന് കൂടുകയാണ്. മൂന്നാമത്തെ കാര്യം, നടക്കുന്ന സമയത്ത് കയ്യിൽ ഫോൺ നോക്കി തല കുനിച്ച് നടക്കുന്ന ശീലം ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. നമ്മൾ തല കുനിച്ച് നടക്കുമ്പോൾ നമ്മുടെ കഴുത്തിലെയും ബാക്കിലെയും മസിലുകൾക്ക് വലിയ സമ്മർദ്ദമുണ്ട്. മാത്രമല്ല ഇത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വികാസത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്വസനത്തിന്റെ അളവും ശരീരത്തിലെ ഓക്സിജന്റെ അളവും കുറയും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് തോളുകളൊക്കെ പിന്നിലേക്ക് വലിച്ച് മുന്നോട്ട് നോക്കി നടക്കുമ്പോൾ മാത്രമേ നെഞ്ച് പൂർണ്ണമായിട്ട് വികസിക്കുകയുള്ളൂ, ഹൃദയത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയുള്ളൂ. ഇനി നാലാമത്തെ തെറ്റെന്താണ്? വളരെ വേഗത്തിൽ നടന്ന് തീർത്ത ശേഷം യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് ഒരിടത്ത് പോയിട്ട് സ്റ്റോപ്പ് ആക്കുകയാണ്. നമ്മൾ വേഗത്തിൽ നടക്കുമ്പോൾ കാലിലെ മസിലുകൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പെട്ടെന്ന് നടത്തൊക്കെ നിർത്തുകയാണെങ്കിൽ കാലിലെ മസിലിന്റെ പമ്പിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തുന്ന രക്തത്തിന്റെ അളവ് പെട്ടെന്ന് കുറയുന്നു. ചിലർക്കെങ്കിലും ഇത് തലകറക്കോ നെഞ്ചിടിപ്പൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നടത്തം നിർത്തുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു 5 മിനിറ്റ് വളരെ പതുക്കെ നടന്ന് ശരീരത്തെ ഒരു സാധാരണ നിലയിലേക്ക് കൂൾ ഡൗൺ ചെയ്തെത്തിക്കണം. ഇനി നടക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നടക്കാൻ ഇറങ്ങുന്നതിന് മുമ്പും നടന്നു കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുന്നുണ്ടെങ്കിൽ അത് രക്തത്തിന്റെ കട്ടി കൂട്ടും, ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ കൂടുതൽ ആയാസപ്പെടേണ്ടി വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്ഥിരമായിട്ട് നടക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഷൂസ് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ജോയിന്റുകളിൽ സ്ട്രെയിൻ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നടക്കുന്ന സമയത്ത് നെഞ്ചിലൊരു കനം, കൂടുതൽ കിതപ്പ്, കയ്യിലോ താടിയിലോ കഴുത്തിലോ വേദന നടക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ നടത്തം നിർത്തുക, ഡോക്ടറെ കാണിക്കുക.